തമിഴ്നാട് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം സെന്തിൽ ബാലാജിയെ മന്ത്രിയായി തെരഞ്ഞെടുത്തതിൽ സംബന്ധിച്ചാണ്. മന്ത്രിയായത് അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഞങ്ങൾ ജാമ്യം നൽകുന്നു, അടുത്ത ദിവസം നിങ്ങൾ പോയി മന്ത്രി ആയെന്ന് കോടതി വിമർശിക്കുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, തമിഴ്നാട്ടിൽ അതായത് അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഒരാളെ വീണ്ടും മന്ത്രിയാക്കിയതിനെതിരെയാണ് കോടതിയുടെ രൂക്ഷമായ വിമർശനം. കൂടുതൽ വിവരങ്ങൾ. വിനോദ, അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചതിന് തൊട്ടുപിറകെ DMK നേതാവിനെ മന്ത്രിയായി തിരിച്ചെടുത്തതിലാണ് അതൃപ്തിയും ഒപ്പം ആശ്ചര്യവും സുപ്രീം കോടതി പ്രകടിപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ DMK നേതാവും മുൻ വൈദ്യുതി ഗതാഗത വകുപ്പ് മന്ത്രിയുമായിരുന്ന സെന്തിൽ ബാലാജിയെ വിവിധ കേസുകളിലായിരുന്നു അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഴിമതി, കള്ളപ്പണ ഇടപാട്, അനധികൃത നിയമനം തുടങ്ങി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെന്തിൽ ബാലാജി അറസ്റ്റ് ചെയ്തത്. അത് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും അറസ്റ്റിനെതിരെ DMKയുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധ നാടകങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഈ സെന്തിൽ ബാലാജിക്ക് ജാമ്യം ലഭിച്ചതിന് പിറകെ സെന്തിൽ ബാലാജിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അവിടെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ ചെയ്തത്. അതും ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ടായിരുന്നു സെന്തിൽ ബാലാജിയെ തിരിച്ച് മന്ത്രിസഭയിലേക്ക് സ്റ്റാലിൻ കൊണ്ടുവന്നിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോഴും രൂക്ഷമായ വിമർശനവും ആശ്ചര്യവും അതൃപ്തിയും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിലുള്ള കേസുകളിൽ ഞങ്ങൾ ജാമ്യം നൽകുന്നു, നിങ്ങൾ പോയി നേരെ മന്ത്രിയാകുന്നു, പിന്നീട് ഇവിടെ സാക്ഷികൾക്കും മറ്റ് നിയമ നടപടികൾക്കും എന്തു പ്രാധാന്യമാണുള്ളത് എന്ന ചോദ്യമാണ് സുപ്രീം കോടതി തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേസിൽ പ്രതിയായിട്ടുള്ള ഈ കേസുകളിൽ രണ്ടാം പ്രതിയായിട്ടുള്ള സെന്തിൽ ബാലാജിയും ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായി വരുമ്പോൾ സാക്ഷികൾക്ക് എത്രത്തോളം പിന്നീട് കോടതികളിൽ സ്വതന്ത്രമായി എത്താൻ സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി മുൻപോട്ട് പോകും എന്നുള്ള വലിയ ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉന്നയിച്ചിട്ടുണ്ട്. ഗതാഗത വകുപ്പിൽ ഈ ബസ്സുകളിൽ കണ്ടക്ടറായി ജോലി നൽകുന്നതിന് അഴിമതി നടത്തുകയും ഒപ്പം വൈദ്യുതി വകുപ്പിൽ വിവിധ തരത്തിലുള്ള ക്രമക്കേടുകളും അഴിമതിയും കള്ളപ്പണ ഇടപാടും നടത്തി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അന്വേഷണ ഏജൻസികൾ സെന്തിൽ ബാലാജിക്കെതിരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായും സെന്തിൽ ബാലാജിയുടെ ഓഫീസുകളിലും റെയ്ഡുകളിലും ഒരു അന്വേഷണ പരമ്പര അല്ലെങ്കിൽ റെയ്ഡുകളുടെ ഒരു നീണ്ട നിര തന്നെ ഏജൻസികൾ നടത്തുകയും അതിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കേസിൽ കുറ്റയുക്തനാക്കുന്നതിന് മുൻപ് ജാമ്യം ലഭിച്ചതിന് പിറകെയാണ് സെന്തിൽ ബാലാജിയെ വീണ്ടും ക്യാബിനറ്റ് റാങ്കോടുകൂടി മന്ത്രിസഭയിലേക്ക് തമിഴ്നാട് സർക്കാർ, സ്റ്റാലിൻ സർക്കാർ തിരിച്ചു കൊണ്ടുവന്നത്. ഇതിനെതിരെയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം രൂക്ഷമായ വിമർശനം ഉയർത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കേസുകളിൽ ജാമ്യം ലഭിച്ചതിന് പിറകെ മന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചിട്ടുണ്ട്. വിനോദ്, തീർച്ചയായും സുപ്രീം കോടതിയാണ് തമിഴ്നാട്ടിൽ വിവിധ കേസുകളിൽ അറസ്റ്റിലായ DMK നേതാവിനെ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ച നടപടിയിൽ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ജാമ്യം നൽകുന്നു, തൊട്ടടുത്ത ദിവസം പോയി ആ വ്യക്തി മന്ത്രിയാകുന്നു എന്നുള്ള നിലയിലാണ് വലിയ വിമർശനം സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.